നമസ്കാരം. അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മാർച്ച് മാസത്തിൽ വിവിധങ്ങളും വ്യത്യസ്തങ്ങളുമായിട്ടുള്ള കർമ്മമണ്ഡലങ്ങളിൽ ഏർപ്പെടുവാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരും. ഒരു പക്ഷേ 2026 ജൂൺ മാസത്തിന് ശേഷം പുതിയതായിട്ടുള്ള കർമ്മമണ്ഡലങ്ങൾ വിഭാവനം ചെയ്യുവാനും ജോലിയിൽ നിന്നും ജോലി ഉപേക്ഷിച്ചുകൊണ്ട് ഈ ഒരു മേഖലയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനും ഇടയുണ്ട്. കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ തന്നെ ഗൃഹനിർമ്മാണം പൂർത്തീകരിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി അവധിയെടുത്ത് നാട്ടിൽ വന്നവർക്ക് അതൊന്നും സാധിക്കാത്തതിൻ്റെ വെളിച്ചത്തിൽ ഈ മാർച്ച് മാസത്തിൽ ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാനുള്ള അവസരമുണ്ടാകും. ഒരു പക്ഷേ ചിങ്ങമാസത്തിൽ ഓണാഘോഷത്തിനോടനുബന്ധമായിട്ട് ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കുക എന്ന സങ്കല്പത്തോടുകൂടി പുനരാരംഭിക്കാനുള്ള അവസരം ഉണ്ടാകുവാൻ ഇടയുണ്ട്. വ്യാപാര വിപണന വിതരണ മേഖലകളോട് ബന്ധപ്പെട്ട് കഴിഞ്ഞ 9 മാസമായിട്ട് നിരന്തരം ക്ഷീണാവസ്ഥകൾ വന്നു ചേരുന്ന ഈ വെളിച്ചത്തിൽ ലഭിച്ച വിലയ്ക്ക് സ്ഥാപനം വിൽക്കുവാൻ തീരുമാനിക്കുവാനോ മറ്റുള്ളവർക്ക് ഈ മേഖലയോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് കൈമാറുവാനോ ഉള്ള അവസരമുണ്ടാകുന്നത് സ്വീകരിക്കുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. ആത്മാർത്ഥ സുഹൃത്തിനെ നിയമവിരുദ്ധമായുള്ള പ്രവർത്തികളിൽ നിന്നും മുൻപ് തന്നെ രക്ഷിക്കുവാനുള്ള അവസരം ഉണ്ടാകുന്നത് വഴി കൃതാർത്ഥതയ്ക്ക് യോഗം കാണുന്നതുമുണ്ട്. ബന്ധുക്കൾക്കിടയിലുള്ള വാക്ക് തർക്കത്തിൽ കൃത്യമായുള്ള രീതിയിൽ രൂപരേഖ തയ്യാറാക്കുവാനും ഇരുവർക്കും സമർപ്പിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ സ്വീകാര്യത വന്നു ചേരുവാനും അത് ഗുണകരമായി എല്ലാവർക്കും ഒരേപോലെ ഗുണകരമായി തീരുവാനും ഇടയുണ്ട്. വിദ്യാർത്ഥികൾക്ക് ആശ്വാസകരമാകും വിധത്തിൽ പരീക്ഷ എഴുതുവാൻ സാധിക്കും. കാർഷികമായിട്ടുള്ള വിളകൾക്ക് പ്രാധാന്യം നൽകുന്ന വിധത്തിൽ പ്രവർത്തിക്കുകയും ഈ ഒരു മാസത്തിൽ പുതിയതായുള്ള കൃഷി രീതികൾക്ക് തുടക്കം കുറിക്കുവാനും അവസരം ഉണ്ടാകുവാൻ ഇടയുണ്ട്. ഗഹനമായുള്ള വിഷയങ്ങളായതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി ചെയ്തു തീർക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനും അതിന് തക്കവണ്ണമുള്ള ജോലിക്കാരെ നിയമിക്കുവാനും ഇടയുണ്ട്. ഭരണ സംവിധാനത്തിലെ അപാകതകൾ പരിഹരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ പല വിധത്തിലുള്ള ക്ഷീണാവസ്ഥകളെയും അതിജീവിക്കുന്നതിന് പോലും സാധ്യതയുണ്ട്. ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം തൊഴിൽ ക്രമീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആർക്കെങ്കിലും ഒരാൾക്ക് ജോലി രാജിവെക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. വാഹനം മാറ്റി വാങ്ങുവാനുള്ള തീരുമാനത്തിൽ നിന്നും തൽക്കാലം പിന്മാറേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പ്രായാധിക്യമുള്ളവരുടെ വാക്കുകൾ അതിൻ്റെ മൂല്യത്തോടുകൂടി സ്വീകരിക്കുകയും അതിൻ്റെ എല്ലാ വിധത്തിലുള്ള അർത്ഥമൂല്യങ്ങളോടുകൂടി ഒരു പക്ഷേ ഭാവിയിലേക്ക് ഗുണകരമായി തീരുക കുട്ടിക്കാലത്ത് തന്നെ ഈ സന്ദേശങ്ങൾ ജീവിതത്തിൽ പകർത്തുന്നതിൻ്റെ വെളിച്ചത്തിൽ അനായാസേന ഈ കാര്യങ്ങളെല്ലാം ഫലപ്രാപ്തിയിലെത്തിക്കാൻ സാധിക്കുവാനും സമാധാനത്തിനും യോഗമുണ്ട്. ആത്മീയ ചിന്തകൾ മനസ്സമാധാനത്തിന് വഴിയൊരുക്കം. വരുന്ന മാസം, അതായത് ഏപ്രിൽ മാസത്തിൽ പുത്രപൗത്രാദികളോടൊപ്പം അന്യനാട്ടിലേക്കോ വിദേശത്തേക്കോ 6-7 മാസം താമസിക്കുവാനായിട്ട് യാത്രയ്ക്ക് വേണ്ടതായിട്ടുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യുവാനിടയുണ്ട്. മറ്റു ചിലർക്ക് പുണ്യതീർത്ഥ ഉല്ലാസ വിനോദയാത്രകൾക്ക് ഏപ്രിൽ മാസം ഒടുവിലേ ഉണ്ടാവുകയുള്ളൂ. അതിനു വേണ്ടതായിട്ടുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യുവാൻ ഇടയുണ്ട്. യാഥാർത്ഥ്യങ്ങളോട് പൊരുത്തപ്പെട്ട് ജീവിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. ഭയഭക്തി ബഹുമാനത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കും. തൊഴിൽ മേഖലകളിൽ കാലോചിതമായിട്ടുള്ള പരിഷ്കാരങ്ങളും ജോലിക്കാരുടെ ആവശ്യങ്ങളും അവലംബിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ സ്വല്പം അധിക ചെലവ് അനുഭവപ്പെടുമെങ്കിൽ പോലും കാര്യക്ഷമത വർദ്ധിപ്പിക്കുവാൻ തക്കവണ്ണമുള്ള പദ്ധതികളായതുകൊണ്ട് അതിനുവേണ്ടി ആലോചിച്ച് പ്രവർത്തിക്കാൻ ഇടവരും. ആർജിച്ച വിജ്ഞാനം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നത് വഴി ആശ്വാസത്തിനും സമാധാനത്തിനും യോഗമുണ്ട്. പ്രത്യുപകാരം ചെയ്യുവാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരും. അസുഖങ്ങൾ പലതും ഉണ്ടാകുമെങ്കിൽ പോലും അസുഖങ്ങളുടെ കാരണങ്ങളെ അതിജീവിക്കുവാനായിട്ട് പ്രകൃതി ജീവന ഔഷധ രീതികളും വ്യായാമത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് യോഗ പരിശീലനത്തിന് ചേരുവാനും ഇടയുണ്ട്. പ്രതിസന്ധികളിൽ തളരാതെ പ്രവർത്തിക്കുവാനുള്ള ആർജവം മക്കൾക്ക് ഉണ്ടാകുന്നത് വഴി
കൃതാർത്ഥതയ്ക്കും സമാധാനത്തിനും യോഗമുണ്ട്. മറ്റു ചിലർക്ക് മക്കളുടെ പരീക്ഷ വേണ്ട വിധത്തിൽ എഴുതുവാനായിട്ട്, അവർക്ക് വേണ്ട വിധത്തിൽ തോന്നുവാനായിട്ട് പ്രത്യേക ഈശ്വര പ്രാർത്ഥനകൾ നടത്തുവാനും ആരാധനാലയ ദർശനം നടത്തുവാനും ഇടയുണ്ട്. ഉപഭോക്താവിൻ്റെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുവാനായിട്ട് ഒരുപക്ഷെ സ്വന്തം സ്ഥാപനം ധ്രുവീകരിക്കുവാനോ അതല്ല വേഗത്തിൽ ഉൽപ്പാദിപ്പിക്കേണ്ടതായ സാഹചര്യങ്ങളെ കൊണ്ട് മറ്റ് സ്ഥാപനത്തിൽ ഉൽപ്പാദിപ്പിക്കേണ്ടതായ സാഹചര്യങ്ങളോ വന്നു ചേരുവാൻ ഇടയുണ്ട്. സമചിത്തതയോടുകൂടിയതായിട്ടുള്ള സമീപന ശൈലി സർവാദരങ്ങൾക്കും വഴിയൊരുക്കും. ഉത്സാഹത്തോടുകൂടി ഏറ്റെടുക്കുന്ന കർമ്മമണ്ഡലങ്ങളിലെല്ലാം തന്നെ വിജയം കൈവരിക്കുവാനിട വരും. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകുവാനിടയുണ്ട്. ജൂൺ മാസം മുതൽ ഒരു കൊല്ലത്തിൻ്റെ ഉള്ളിൽ പൂർത്തീകരിക്കുന്ന പദ്ധതികളെ ഏറ്റെടുക്കുവാനും ഒരുപക്ഷെ ഗൃഹത്തിൽ നിന്നും വിട്ടു താമസിക്കേണ്ടതായ സാഹചര്യങ്ങൾ 5-6 മാസം ആദ്യം വേണ്ടി വരും എങ്കിൽ പോലും 6 മാസത്തിന് ശേഷം കുടുംബാംഗങ്ങളെ ഒരുമിച്ച് താമസിപ്പിക്കാൻ തക്കവണ്ണം ദേശത്തുള്ള പദ്ധതികളെ ഏറ്റെടുക്കുവാനും അതിൻ്റെ തുടക്കം കുറിക്കുവാനും അവസരം വന്നു ചേരുവാൻ മാർച്ച് മാസത്തിൽ യോഗം കാണുന്നുണ്ട്. ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മാർച്ച് മാസത്തിൽ വിദ്യാർത്ഥികൾക്ക് സ്വല്പം ആശങ്ക വർദ്ധിക്കും ആദ്യത്തിൽ എങ്കിലും ഏറെക്കുറെ ഭംഗിയായിട്ട് പരീക്ഷ എഴുതാൻ സാധിക്കുന്നത് വഴി കൃതാർത്ഥതയും സമാധാനവും ഉണ്ടാകുവാൻ ഇടയുണ്ട്. അന്യദേശത്തോ വിദേശത്തോ വസിക്കുന്ന പലർക്കും ഇനി ജന്മനാട്ടിൽ വന്ന് വ്യാപാര വിപണന വിതരണ മേഖല തുടങ്ങാം എന്ന ധാരണയോടുകൂടി ജോലി ഉപേക്ഷിച്ചാലോ എന്ന തീരുമാനങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിൽ പോലും ജന്മനാട്ടിൽ ബിസിനസ് തുടങ്ങിയാൽ വിജയിക്കുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തൽക്കാലത്തേക്ക് ഈ തീരുമാനത്തിൽ നിന്നും പിന്മാറുവാനുള്ള അവസരമുണ്ടാകുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാൻ ഇടയുണ്ട്. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും. ബന്ധുമിത്രാദികളെ അബദ്ധങ്ങളിൽ നിന്നും രക്ഷിക്കുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. സാമ്പത്തികമായിട്ടുള്ള നേട്ടം കുറവുള്ള പല പദ്ധതികളും കഴിഞ്ഞ 1-2 വർഷമായിട്ട് ഏറ്റെടുത്തിരുന്നു. എന്നാൽ ജൂൺ മാസത്തിന് ശേഷം വരുമാന മാർഗമുണ്ടാകുന്ന പല പദ്ധതികളും ഇനി ഗവൺമെൻറ് തലത്തിൽ തന്നെ ആവിഷ്കരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ പറ്റിയിട്ട് അന്വേഷിക്കുവാനും അതൊരു പലപ്പോഴും സമയബന്ധിതമായിട്ട് മാത്രമേ പണം മുതൽ മുടക്കേണ്ടതുള്ളൂ, എന്നാൽ ലാഭശതമാനം കുറയും എങ്കിൽ പോലും ജോലിക്കാർക്ക് കൃത്യമായിട്ടുള്ള രീതിയിൽ ശമ്പളം കൊടുക്കാം, ജീവിത ചെലവിന് ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെ കൊണ്ട് ഈ വക മേഖലകളെപ്പറ്റി അന്വേഷിക്കുവാനും അതിന് വേണ്ടപ്പെട്ടവരെ കണ്ടുകൊണ്ട് വേണ്ടതായിട്ടുള്ള കടലാസ് അതിൻ്റെ രേഖാപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ സമർപ്പിക്കുവാനും ഇടയുണ്ട്. നിക്ഷേപ സമാഹരണ യജ്ഞത്തിൽ ലക്ഷ്യപ്രാപ്തി നേടുവാൻ തക്കവണ്ണം മാർച്ച് മാസത്തിലാണ് എന്നെ പൂർത്തീകരിക്കേണ്ടത് എങ്കിൽ പോലും മേലധികാരികളെ കാര്യങ്ങളെല്ലാം ധരിപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ വരും. ഒരു പക്ഷേ 3 മാസത്തിന് ശേഷമേ പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന ആശയവിനിമയങ്ങൾ നടത്തുന്നത് ഏതു പ്രകാരത്തിലും നന്നായിരിക്കും. സ്വപ്ന സാക്ഷാത്കാരത്താൽ ആത്മനിർവൃതിക്ക് യോഗം കാണുന്നുണ്ട്. 1.5 വർഷത്തിന് ശേഷം വിളവെടുപ്പ് എന്ന സങ്കല്പത്തോടുകൂടി ജൂൺ മാസത്തിൽ തുടങ്ങാനിരിക്കുന്ന കൃഷി രീതികൾക്ക് പ്രാരംഭപരമായിട്ടുള്ള നടപടിക്രമങ്ങളൊക്കെ തുടക്കം കുറിക്കും. നിക്ഷേപ സമാഹരണ യജ്ഞത്തിൽ ലക്ഷ്യപ്രാപ്തി നേടുവാനായിട്ട് ചില കീഴ് ജീവനക്കാരെ നിയമിക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരും. സത്യസന്ധവും നീതിയുക്തവുമായിട്ടുള്ള സമീപനം സർവാദരങ്ങൾക്കും വഴിയൊരുക്കും. ഭൂമിക്രയ വിക്രയങ്ങളിൽ പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ലെങ്കിൽ പോലും ഏറെക്കുറെ ഒരു ചെറിയൊരു ലാഭശതമാന വിഹിതം ലഭിക്കത്തക്ക വിധത്തിൽ പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട്. ഗൃഹോപകരണങ്ങൾ മാറ്റി വാങ്ങുവാൻ അവസരം വന്നു ചേരും. അടിസ്ഥാന സൗകര്യങ്ങൾ കർമ്മമണ്ഡലങ്ങളിൽ അവലംബിക്കുന്നത് വഴി ജോലിക്കാർക്ക് ഉത്സാഹത്തോടുകൂടി പ്രവർത്തിക്കാൻ അവസരം വന്നു ചേരും. വൈവിധ്യമായിട്ടുള്ള വിഷയങ്ങളായതുകൊണ്ട് അതാത് മേഖലയിൽ പ്രാവീണ്യമുള്ളവരെ നിയമിച്ചുകൊണ്ട് ഉദ്ധരിക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുന്നതിൻ്റെ വെളിച്ചത്തിൽ ഒരു ആഗോളതലത്തിലുള്ള ഒരു ഭരണ സംവിധാനം അവലംബിക്കാൻ തക്കവണ്ണം അവസരങ്ങൾ ഉണ്ടാക്കുവാൻ ഇടയുണ്ട്. ഉത്തരവാദിത്വങ്ങൾ അതിൻ്റെ മൂല്യത്തോടുകൂടി ഏറ്റെടുക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു.
അസൂയ മതമാത്സര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുവാനുള്ള ആത്മപ്രചോദനം മക്കൾക്കും ഈ നിർദ്ദേശങ്ങൾ നൽകുവാൻ സാധ്യതയുണ്ട്. ദിനചര്യാക്രമങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് വഴിയും ഒരുപക്ഷെ ഭക്ഷണ ക്രമീകരണങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് വഴിയും പകർച്ചവ്യാധിയെപ്പോലും അതിജീവിക്കുന്നതിന് പോലും സാധ്യതയുണ്ട്. ഉപരിപഠനത്തിന് വികസിത രാഷ്ട്രത്തിലേക്ക് പ്രവേശനം ലഭിക്കുന്നതിൻ്റെ പ്രാരംഭപരമായിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുവാനും ആദ്യത്തെ ഒരു ഫീസ് അടയ്ക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനും അതിന് തക്കവണ്ണം ഒരുപക്ഷെ ഭൂമിയെ പണയപ്പെടുത്തേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുമെങ്കിൽ പോലും ഭാവിയിലേക്ക് ഇങ്ങനെയുള്ളൊരവസരത്തെ സ്വീകരിക്കുന്നത് നന്നായിരിക്കും. സമയബന്ധിതമായിട്ട് ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾക്ക് സ്വല്പം കാലതാമസം ഉണ്ടാകുവാനിടയുള്ളത് കൊണ്ട് മിക്ക ദിവസങ്ങളിലും 1-2 മണിക്കൂർ കൂടുതൽ ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങളും ശനി ഞായർ എന്നീ ദിവസങ്ങളിൽ പോലും പൂർണ്ണമായിട്ടും പ്രവർത്തിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. സഹപ്രവർത്തകരോടൊപ്പം അഥവാ സഹപാഠികളോടൊപ്പം ഏപ്രിൽ മാസത്തിൽ പുണ്യതീർത്ഥ ഉല്ലാസയാത്രയ്ക്ക് തയ്യാറാകുവാനും അതിന് വേണ്ടതായിട്ടുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യുവാനും ഇടയുണ്ട്. പലപ്പോഴും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയും ഉഷ്ണരോഗപീഠകളെ കൊണ്ട് മൂത്രാശയ രോഗപീഠകൾ വന്നു ചേരുന്നതിൻ്റെ വെളിച്ചത്തിൽ ഭക്ഷണ ക്രമീകരണങ്ങൾ വളരെ ശ്രദ്ധിക്കണം എന്ന നിർദ്ദേശം സ്വീകരിക്കുവാനും അതിന് തക്കവണ്ണം യാത്രകളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഇരുന്നു കൊണ്ട് ജോലി ചെയ്യാൻ തക്കവണ്ണം ജോലി ക്രമീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഉന്നതരുമായിട്ടുള്ള സൗഹൃദ ബന്ധം ഏർപ്പെടുത്തുന്നത് വഴി ഒരുപക്ഷെ അവർ അനുവർത്തിക്കുന്ന കർമ്മമണ്ഡലങ്ങളുടെ മാതൃകാപരമായിട്ടുള്ള പല കാര്യങ്ങളും സ്വന്തം പ്രസ്ഥാനത്തിൽ അവലംബിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. സാഹചര്യങ്ങൾക്കനുസരിച്ചും ജീവിത ചെലവ് കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ടും പാർശ്വഫലങ്ങളുള്ള ഔഷധങ്ങൾ ഒഴിവാക്കുവാൻ തീരുമാനിക്കും. അതിനോടൊപ്പം പ്രകൃതിദത്തമായിട്ടുള്ള ഔഷധരീതികൾ അവലംബിക്കുവാൻ വഴി ആശ്വാസത്തിനും സമാധാനത്തിനും യോഗം കാണുന്നതുമുണ്ട്. സമഗ്ര വീക്ഷണത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കും. ഭയഭക്തി ബഹുമാനത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കുവാനിടയുണ്ട്. പലപ്പോഴും ചെയ്തു വരുന്ന പല കാര്യങ്ങളും കഴിഞ്ഞ 2025 മാർച്ച് മുതൽ ഒരു വർഷമായിട്ട് സ്വന്തം നിലയിൽ അത്ര തന്നെ നേട്ടമില്ലെങ്കിൽ പോലും പലർക്കും മാതൃകാപരമായി എന്നറിഞ്ഞതിനാലും അവർക്കതുകൊണ്ട് നേട്ടമുണ്ടായി എന്നറിഞ്ഞതിനാലും കൃതാർത്ഥതയ്ക്കും സമാധാനത്തിനും ആശ്വാസത്തിനും യോഗം കാണുന്നതുമുണ്ട്. എല്ലാ കാര്യങ്ങളിലും മിതത്വം പാലിച്ചും കൊണ്ട് ക്ഷമയോടുകൂടിയതായിട്ടുള്ള സമീപനം സ്വീകരിച്ചും കൊണ്ട് എല്ലാ കാര്യങ്ങളിലും മനസ്സിലാക്കാനുള്ള തുറന്ന മനസ്സോടുകൂടിയതായിട്ടുള്ള സമീപനം സ്വീകരിക്കുന്ന പക്ഷം എല്ലാ കാര്യങ്ങളിലും അന്തിമമായിട്ട് അനുകൂലമായിട്ട് വിജയം കൈവരിക്കാൻ സാഹചര്യങ്ങളുണ്ടാകും. ഒരുപക്ഷെ സാമ്പത്തികമായിട്ടുള്ള നേട്ടം എന്നത് ജൂൺ മാസത്തിന് ശേഷമേ ഉണ്ടാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ജൂൺ മാസം വരെ കഠിനാധ്വാനം ചെയ്യുവാൻ തീരുമാനം കൈക്കൊള്ളുവാനും യോഗമുണ്ട്. നമസ്കാരം.